കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രകാശനം ലഭിച്ച ഒരു വേദഭാഗം ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു. എല്ലാ വാക്യങ്ങളും പരസ്യമായി വായിച്ച് കേൾപ്പിക്കുവാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ചില വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കുകയും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിശുദ്ധ വേദപുസ്തകം തുറന്ന് എന്നോടൊപ്പം ആ ഭാഗം ശ്രദ്ധിപ്പാൻ നല്ല അവസരമാണ്. ഓരോ വാക്യങ്ങളും അടിവരയിട്ട് വായിക്കുകയും കേൾക്കുമ്പോൾ മാത്രമല്ല പിന്നീടും അത് വീണ്ടും വീണ്ടും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് വചനത്തിന് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ ഇടയായിത്തീരുന്നത്. നാം ഇന്ന് വായിക്കുന്ന കുറിവാക്യം യെശയ്യാപ്രവാചകൻ എഴുതിയ പുസ്തകം അതിൻ്റെ 43-ാം അധ്യായം 18-19 വാക്യങ്ങളാണ്. ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുന്നു. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 43-ാമത് അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളായിരിക്കുന്ന അന്തരീക്ഷത്തിൽ എന്നോടൊപ്പം ഈ വാക്യം ഉറക്കിയോ നിങ്ങളുടെ മനസ്സിലോ വായിച്ച് ധ്യാനിക്കാവുന്നതാണ്. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. 18-ാം വാക്യം ഒരിക്കൽ കൂടെ ഞാൻ വായിക്കുന്നു. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. പഴയതിനെ ഓർത്ത് ഭാരപ്പെട്ടും പഴയ പല ചരിത്രങ്ങളുടെയും വളർച്ചയില്ലാതെ പല പരിധികളും പരിമിതികളും കണ്ട് മനസ്സ് തകർന്ന് ആത്മീക ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ വ്യക്തിപരമായ ഏതെങ്കിലും അനുഭവത്തിലോ ശുശ്രൂഷയുടെ തലങ്ങളിലോ ഒക്കെ പകച്ചു നിൽക്കുന്ന ആരെങ്കിലും ഇന്ന് ഞങ്ങളെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൻ്റെ തലവര മാറ്റട്ടെ എന്ന ഒരു ആഴമേറിയ പ്രാർത്ഥന ഞങ്ങളുടെ അകത്തുണ്ട്. ദൈവം നിങ്ങൾക്കായി കരുതുന്ന വിധങ്ങളുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഈ നല്ല സമയം വളരെ പ്രാർത്ഥനാപൂർവം ഈ വചനഭാഗങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ ആർക്കും എടുത്തു മാറ്റുവാൻ കഴിയാത്ത കൊത്തിവെച്ച അക്ഷരങ്ങളായി മാറട്ടെ എന്ന ഒരു വലിയ ആവേശം, ഒരു ആശ എൻ്റെയും ഹൃദയത്തിലുണ്ട്. ഇവിടെ നാം വായിച്ചത് പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിങ്ങൾ നിരൂപിക്കേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം പഴയതിനെ മറക്കണമെന്നോ അതിൻ്റെ അർത്ഥം പഴയതിനെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട എന്നല്ല. പഴയതിൽ നിങ്ങൾ സംതൃപ്തരല്ലെങ്കിൽ, പഴയതിൻ്റെ പരിമിതി ഇതുവരെയും നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, പഴയതിൻ്റെ അതിർത്തികളിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ, വക്കോളം എത്തിയിട്ട് ഇതിനപ്പുറത്തൊന്നുമില്ല എന്ന് ചിന്തിച്ച് തലപുകഞ്ഞിരിക്കുകയാണെങ്കിൽ, ഒരു വര വരച്ചിട്ട് ഇതാണ് എൻ്റെ അവസാനമെന്ന് പറഞ്ഞ് അതിർത്തി നിശ്ചയിച്ച വിഷയമാണെങ്കിൽ അവർക്കുള്ള സന്ദേശമാണ് ഞാൻ പറയുന്നത്. പണ്ടുള്ളതിൻ്റെ ഒരു വർധനവ്, മുമ്പുള്ളവയെ മാറ്റിമറിക്കുന്ന ഒരു വലിയ ചിന്തകൾ, അതിൻ്റെ അനുഭവങ്ങൾ കണ്ണുകൊണ്ട് കാണുവാൻ, ചെവി കൊണ്ട് കേൾക്കുവാൻ, കൈകൊണ്ട് തൊട്ട് അനുഭവിക്കത്തക്കവണ്ണം വ്യത്യസ്തമായ ചില ഭാവി ഭാസുരമാക്കുന്ന ആത്മീക പദ്ധതികൾ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ട് എന്ന് നിങ്ങൾ നന്നായി അറിയണം എന്നതാണ് ഈ വചന ചിന്തയുടെ ഉദ്ദേശം. ഈ ഭാഗത്ത് നിന്നുകൊണ്ട് നമുക്കേവർക്കും സുപരിചിതമായ ചില ചിന്തകളിൽ കൂടി ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുമുള്ള ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയ്ക്കായി ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ വേദഭാഗങ്ങൾ കുറിച്ചെടുക്കുകയോ വേദപുസ്തകം തുറന്നു നോക്കി അതിൽ അടിവരയിടുകയോ ചെയ്യാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇന്നലകളെ മാറ്റിമറിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്നലത്തെ ശൂന്യതകൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു നിറവ് അതേ സ്ഥാനത്തും അതേ സ്ഥലത്തും നമുക്ക് കാണത്തക്കവണ്ണം ദൈവം തമ്പുരാൻ ഒരുക്കുന്ന ഭാഗ്യത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കണം. ഈ വചന ശുശ്രൂഷ നിമിത്തം പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ആത്മീക പ്രചോദനമായി തീരട്ടെ എന്ന ആശ എൻ്റെ അകത്ത് തിങ്ങി നിൽക്കുകയാണ്. ചിന്തകൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുകയാണ്. വിശുദ്ധ തിരുവെഴുത്തിലെ വളരെ സുപരിചിതമായ കഥാപാത്രമാണ് അബ്രഹാം പിതാവ്. ദൈവത്താൽ വിളിക്കപ്പെട്ട് സകലതും പുറകിലേക്ക് വലിച്ചെറിഞ്ഞ്
വിശ്വാസയാത്ര എന്ന തൻ്റെ കരുത്ത് ആധാരമാക്കിക്കൊണ്ട് മെസൊപ്പൊത്താമ്യയിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ട് കാണിപ്പാനിരിക്കുന്ന വാഗ്ദത്ത ദേശത്തേക്ക് നടന്നു നീങ്ങിയ ഭക്തനായ മനുഷ്യൻ. ആ ഭക്തനായ മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ ചിട്ടയോടുകൂടി ദൈവപ്രവൃത്തികൾ ഒന്നിനു പുറകെ ഒന്നായി കാണത്തക്കവണ്ണം ദൈവം സാഹചര്യങ്ങളും സാധ്യതകളും ഒരുക്കി. അതിൽ വളരെ സുപ്രസിദ്ധമായ ഒരു സംഭവമാണ് ഉൽപ്പത്തി 22-ാം അധ്യായത്തിലെ സംഭവം. അവിടെ നാം വായിക്കുന്നത് ദൈവം തനിക്ക് കൊടുത്ത ഏകജാതനായ മകനായ ഇസഹാക്കുമായി മോറിയ മലയിലേക്കുള്ള ആരാധനയ്ക്ക് വേണ്ടിയുള്ള യാത്രയാണ്. മകനും പിതാവും ഒരുമിച്ച് നടന്നു കയറുന്ന മനോഹര ദൃശ്യമാണ് നാം അധ്യായത്തിൽ വായിക്കുന്നത്. ഉൽപ്പത്തി 22-ാം അധ്യായം. ദൈവശബ്ദം കേട്ട് വിശ്വാസത്തിൻ്റെ പദം വെച്ചുകൊണ്ട് അപ്പനും മകനും കൂടെ വിറകും കത്തിയും തീയുമായി ആടെന്ന ആരാധന വസ്തുവില്ലാതെ നടന്നു പോകുന്ന കാഴ്ച. മാന്യമായ രീതിയിൽ ചിന്തിച്ചാൽ ആരാധനയ്ക്ക് ആട് വേണം, എന്നാൽ ആടില്ലാതാണ് നടന്നു പോകുന്നത്. എന്നാൽ യഹോവ കരുതിക്കൊള്ളും എന്ന വാഗ്ദത്തത്തെ പിടിമുറുക്കിക്കൊണ്ട് നടന്നു നീങ്ങുന്ന ഒരു കുടുംബം. ആരാധനയ്ക്ക് ദൈവിക വാഗ്ദത്തങ്ങൾ തൊട്ട് മുമ്പിലുണ്ട് എന്ന ഉറപ്പോടെ പോകുമ്പോഴാണ് ആരാധനയായി മാറുന്നത്. അങ്ങനെ മോറിയ മലയിൽ എത്തുകയും തുടർന്നുള്ള സംഭവങ്ങൾ സുപരിചിതമാണ്. എന്നാൽ അതിലൊരു വേദഭാഗമാണ് ഇന്ന് നാം ഈ ഭാഗവുമായി ചേർത്ത് വെച്ച് പഠിക്കുന്നത്. അതിൻ്റെ 13-14 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഉൽപ്പത്തി 22-13-14 ദൈവം സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനായി ദൂതശബ്ദം കേട്ട് മകനു പകരം ഒരു ആട്ടിൻകുട്ടിയെ യാഗം കഴിക്കുന്ന വലിയൊരു സംഭവം അവിടെ കാണുന്നുണ്ട്. അബ്രഹാമിൻ്റെ കൈ തൊടാത്ത, ഇസഹാക്കിൻ്റെ കൈ തൊടാത്ത ഒരു ആട്ടിൻകുട്ടിയെ തമ്പുരാൻ കരുതി വച്ചിരുന്നു. ആ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് അതിനെ യാഗം കഴിക്കുകയാണ്. ഇനിയും നമ്മുടെ ചിന്ത ഇതാണ്, യാഗത്തിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആരാധന സമയത്ത് ആരൊക്കെ അവിടെയുണ്ട്? അവിടെ അബ്രഹാം പിതാവുണ്ട്, അവിടെ ഇസഹാക്കുണ്ട്, അവിടെ ഒരാടുണ്ട്. 3 പേര് മാത്രമുള്ള ഒരു ആരാധന സ്ഥലമാണ് മോറിയ മല നാം കാണുന്നത്. അനുസരിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട വിശ്വാസത്തിൻ്റെ കരുത്ത് തെളിയിച്ച ഒരു പിതാവും, അല്ലെങ്കിൽ ദൈവഹിതത്തിന് നിന്നുകൊടുത്ത സമർപ്പണത്തിൽ യാഗപീഠത്തിൽ കൈയും കാലും കിടന്നു കൊടുക്കുവാൻ തയ്യാറായ ദൈവഹിതത്തിന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത ഒരു മകൻ അല്ലെങ്കിൽ ഇസഹാക്കും, ദൈവം കുരുക്കിയിട്ട കെട്ടിൽ നിന്ന് ഓടിപ്പോകാതെ ദൈവത്തിനു വേണ്ടി എരിഞ്ഞടങ്ങുവാൻ നിന്നുകൊടുത്ത ഒരാടും. 3 പേർ മാത്രമുള്ള ഒരു ആരാധന നടക്കുന്ന സ്ഥലത്തിൻ്റെ പേര് മോറിയ മല. തമ്പുരാൻ അത് കുറിച്ചിട്ടു. പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, മുമ്പുള്ളവയെ നിങ്ങൾ നിരൂപിക്കണ്ട. ഇന്നലെ ഒരപ്പനും ഒരു മകനും ഒരാടും മാത്രമുണ്ടായിരുന്ന ആ സ്ഥലത്തെ തമ്പുരാൻ തൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് കാലത്തിൻ്റെ ചക്രം തിരിഞ്ഞപ്പോൾ മോറിയ മലയിലെ ആരാധനയുടെ വലിപ്പം നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം കടന്നു വരണം. 2 ദിനവൃത്താന്തം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യവും 2 ദിനവൃത്താന്തം 5-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളൊക്കെ നാം ചേർത്ത് വായിക്കുമ്പോൾ, ഒന്നും കൂടെ പറയുന്നു, 2 ദിനവൃത്താന്തം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അനന്തരം യഹോവയായ ദൈവം തൻ്റെ പിതാവായ ദാവീദിന് ഒർന്നാൻ്റെ കളത്തിങ്കൽ വെച്ച് പ്രത്യക്ഷമായ മോറിയ പർവ്വതത്തിൽ ആലയം പണിക്ക് ശലോമോൻ വട്ടം കൂട്ടി. ദൈവമക്കളെ, സന്തോഷത്തോടെ ശ്രദ്ധിക്കണമേ ഈ സന്ദേശം. ശലോമോൻ രാജാവ് പ്രതാപശാലിയായി ദാവീദിനു ശേഷം രാജഭരണം ഏറ്റെടുത്ത് സമ്പത്ത് കൊണ്ടും ജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും സകലത്തിലും സകലരേക്കാൾ മാറിയ ശലോമോൻ രാജാവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമായിരുന്നു വലിയവനായ ദൈവത്തിന് വലിയൊരാലയം പണിയണം. അതിനുവേണ്ടി സകല സമ്പത്തും പിതാവ് ഒരുക്കിയെങ്കിലും ജ്ഞാനിയായ മകനിൽ കൂടെ മാത്രമാണ് ദേവാലയ പണി നടക്കുക എന്ന് തമ്പുരാൻ നിശ്ചയിച്ചിരുന്നത് കൊണ്ട് ശലോമോൻ ആലയം പണിക്ക് വട്ടം കൂട്ടി. എവിടാ വട്ടം കൂട്ടിയത്? അതാണ് നാം വായിച്ചത്, മോറിയ പർവ്വതത്തിൽ. എത്ര സന്തോഷമാണ്! ഇന്നലെ ഒരപ്പനും ഒരു മകനും ഒരു ആടും മാത്രം ആരാധിച്ച മോറിയ മലയെ, ഹല്ലേലൂയ, നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ആയിരങ്ങൾ തടിച്ചുകൂടി ആരാധിക്കുന്ന ഇടമായി തമ്പുരാൻ മാറ്റിമറിച്ചു. പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. അതിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ, ദിനവൃത്താന്തം 2-ാം പുസ്തകം 5-ാം അധ്യായം 6 വാക്യങ്ങൾക്ക് വരുമ്പോൾ, അന്ന് ശലോമോനും സർവ്വജനവും സർവ്വസഭയും 1000 എണ്ണിയാലൊടുങ്ങാത്ത ആടുകളെയും കാളകളെയും ദൈവത്തിന് യാഗമർപ്പിച്ചു. ഇന്നലെ ഒരാട് അറുക്കപ്പെട്ട സ്ഥാനത്ത് എണ്ണിയാലൊടുങ്ങാത്ത ആട്ടിൻകൂട്ടത്തെ
യാഗമർപ്പിക്കത്തക്കവണ്ണം മോറിയ പർവ്വതത്തിൻ്റെ തലവര മാറ്റിയ ഒരു ദൈവം ഇന്ന് നിങ്ങളോട് ഞാൻ ഈ സന്ദേശം കൈമാറുന്നു. ഇന്നലകളിൽ ഏകരായി മുറിക്കകത്ത് നിങ്ങൾ ആരാധിച്ച സ്ഥലത്ത്, ഇന്നലകളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച സ്ഥലത്ത്, ഇടം വലവും കൂടെ ഇരിപ്പാൻ ആരുമില്ലാതിരുന്ന സമയങ്ങളിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളോട് ഒരുമിച്ച് ആരാധിക്കത്തക്കവണ്ണം, നിങ്ങളോട് ഒരുമിച്ച് പ്രാർത്ഥിക്കത്തക്കവണ്ണം, നിങ്ങൾക്ക് കൈത്താങ്ങൽ തരത്തക്കവണ്ണം നിങ്ങളുടെ ഭവനത്തിൻ്റെ ഉൾമുറികളെ, നിങ്ങൾ ഇരുന്ന സ്ഥലങ്ങളുടെ, നിങ്ങളുടെ സഭാ ഹാളുകളെ, നിങ്ങളുടെ ആരാധന സ്ഥലങ്ങൾക്ക് ഒരു വിശാലത തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര പേർ ആ ഇരിക്കുന്ന ഇരിപ്പിൽ എന്നോട് ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യും? ഒരു വിശാലത വരുത്തുന്ന ദൈവം. പണ്ടുള്ളവയെ ഓർക്കണ്ട. മോറിയ പർവ്വതത്തിൻ്റെ തലവര മാറ്റി ഏകരായി ആരാധിച്ച സ്ഥലത്തെ ഹല്ലേലൂയ 20 വർഷം കൊണ്ട് പണിത ആലയത്തിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ മഹനീയതയും അതിൻ്റെ ആരാധനയുടെ വിധങ്ങളും എണ്ണിയാൽ ഒടുങ്ങാത്ത യാഗങ്ങളും എണ്ണിയാൽ ഒടുങ്ങാത്ത പുരോഹിത വർഗത്തിൻ്റെ ശുശ്രൂഷകളുമൊക്കെ തൻ്റെ ജനത്തിനു വേണ്ടി ഒരുക്കിയ ഒരു ദൈവമുണ്ട്. പണ്ടുള്ളവയെ ഓർക്കണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കേണ്ട. ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ തന്നെ ഉത്ഭവിക്കും. 2023 ഈ വചനം നിങ്ങൾ ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആരാധന വിഷയത്തിൽ ഒരു അഭിവൃദ്ധി തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളുടെ ആരാധന സ്ഥലത്തിന് ഒരു അഭിവൃദ്ധിയും വിശാലതയും തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആരാധനയ്ക്ക്, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു വിശാലത തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എണ്ണം പറഞ്ഞും എണ്ണം ചുരുങ്ങിയും മനസ്സും അടുത്തു പോയടത്ത് എണ്ണമില്ലാത്ത ദൈവിക നന്മകൾ കണ്ട് ആരാധിക്കത്തക്കവണ്ണം, ഒരാടിനെ നോക്കി സന്തോഷിച്ചടത്ത് എണ്ണിയാൽ ഒടുങ്ങാത്ത ആട്ടിൻകൂട്ടങ്ങളെ കണ്ട് സന്തോഷിക്കത്തക്കവണ്ണം തമ്പുരാൻ വഴികളെ ഒരുക്കുന്നുവെന്ന് നമുക്ക് സന്തോഷത്തോടെ വിശ്വസിക്കാം. ഇരിക്കുന്ന ഇരിപ്പിൽ ജനമേറ്റു പറഞ്ഞാട്ട് പണ്ടുള്ളവയെ മറക്കുന്ന, മുമ്പുള്ളവയെ മറക്കുന്ന ഒരു പുത്തൻ ഉത്ഭവം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തിപരമായ ആത്മീയ ആരാധനാ വിഷയത്തിൽ, ഞങ്ങളുടെ സഭാതലത്തിൽ, ശുശ്രൂഷ തലത്തിൽ വെളിപ്പെടുത്തുവാൻ പോകുന്ന വർഷമാണ് 2023. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആമേൻ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഒരു ചിന്ത അബ്രഹാമിൻ്റെ കൊച്ചുമകനായ യാക്കോബിൻ്റെ കാലഘട്ടമാണ്. അബ്രഹാമിൻ്റെ കൊച്ചുമകനായ യാക്കോബിൻ്റെ കാലഘട്ടം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യവും 16-17 വാക്യങ്ങളും ചേർത്ത് നാം പഠിക്കുകയാണ്. അപ്പൻ്റെ വീട് വിട്ടുകൊണ്ട് ഭയത്തോടെ സഹോദരനെ പേടിച്ച് ഓടിപ്പോകുന്ന യാക്കോബ് അനുഗ്രഹമൊക്കെ തലയിലുണ്ടെങ്കിലും ഭീതിയോടെ സഹോദരനെ കൊല്ലുമെന്നുള്ള വാക്ക് കേട്ട് മനസ്സ് വ്യാകുലപ്പെട്ട് അമ്മയുടെ ഉപദേശത്തിന് വശംവദനായി തൻ്റെ അമ്മാച്ചനായ ലാബാൻ്റെ വീട്ടിലേക്ക് പദ്ദൻ ആരാമിലേക്കുള്ള പ്രയാണത്തിലാണ്. ഓടിപ്പോകുന്ന യാത്രയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തുമ്പോൾ ഉൽപ്പത്തി 28-10-ാം വാക്യം, അപ്പോൾ അന്ന് രാത്രി അവൻ ലൂസ് അല്ലെങ്കിൽ പിന്നീട് ബദേൽ എന്നായ സ്ഥലത്തെത്തുകയും ആ സ്ഥലത്ത് സൂര്യൻ അസ്തമിച്ചുകൊണ്ട് അവിടെ രാത്രി ചിലവഴിക്കുവാൻ തീരുമാനിക്കുകയാണ്. ഭവനം വിട്ട് ദൂരെയാണ്, എത്തേണ്ട തൻ്റെ ലക്ഷ്യസ്ഥാനവും വിദൂരമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് ലൂസ് എന്ന സ്ഥലത്ത് സൂര്യൻ തലയ്ക്ക് മുകളിൽ അസ്തമിച്ച് കുരുട്ടായ രാത്രിയിൽ അവിടെ കിടന്നുറങ്ങുവാൻ തീരുമാനിച്ചു. അവിടെ നാം വായിക്കുന്നത്, യാക്കോബ് ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്ന് എടുത്ത് തലയണയായി വെച്ചു. ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കല്ല് തലയണയാകുകയാണ്. ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, യാക്കോബിൻ്റെ മുമ്പിൽ ഒരു തടസ്സമായി ഒരു കല്ലുണ്ട്. അടുത്ത സ്റ്റെപ്പ് വെക്കുവാൻ കഴിയാതെ, അടുത്ത ചുവട് വെക്കുവാൻ കഴിയാതെ കൂർത്തുമൂർത്ത കല്ലുപോലെ ഒരു പ്രതിസന്ധി തൻ്റെ മുമ്പിൽ ഒരു തടസ്സമാണ്. എന്നാൽ തടസ്സം കണ്ട് പകച്ചു നിൽക്കുന്നവരാണ് നാം പലപ്പോഴും. രോഗം വന്നാൽ, ഒരു പ്രതിസന്ധി വന്നാൽ, ഒരു വിഷയം വന്നാൽ ഇനിയും എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഒന്നെങ്കിൽ ജീവിതയാത്ര അവിടെ അവസാനിപ്പിക്കുന്നു. ചിലരൊക്കെ ആത്മഹത്യ ചെയ്യുന്നു, ചിലരൊക്കെ ശുശ്രൂഷയിൽ നിന്ന് പുറകോട്ട് പോകുന്നു, ചിലരൊക്കെ മനസ്സുമടുത്ത് ജീവിതം ഇനിയും വേണ്ട എന്ന് പറഞ്ഞ് കിടക്കയിൽ അമർന്നു പോകുന്നു. പ്രാർത്ഥനകൾ മുടക്കി, ആരാധന മുടക്കി, വിശ്വാസത്തിൽ നിന്ന് ഇടറിപ്പോയി തടസ്സങ്ങളുടെ കല്ലുകൾ കണ്ട് അനേകർ പകച്ചു നിൽക്കുമ്പോൾ ഇവിടെ ഇതാ ഒരു ഭക്തൻ എന്ത് തീരുമാനിച്ചു? തൻ്റെ തടസ്സമാകുന്ന കല്ലെടുത്ത് ആശ്വാസമാകുന്ന തലയണയാക്കി. എത്ര ചിന്ത അല്ലെങ്കിൽ ഉത്സാഹിപ്പിക്കുന്ന ഒരു വിഷയമാണത്. തടസ്സത്തെ തലയണയാക്കിയ യാക്കോബ്. പ്രിയരെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഈ സന്ദേശം നിങ്ങളുടെ ഭവനത്തിനുള്ളിൽ മുഴങ്ങുമ്പോൾ നിങ്ങളും തീരുമാനിക്കൂ, എൻ്റെ തടസ്സങ്ങളെ ഞാൻ എൻ്റെ തലയണയാക്കി മാറ്റും, എൻ്റെ പ്രോബ്ലത്തെ ഞാനൊരു പില്ലോ ആക്കി മാറ്റും, എൻ്റെ
പ്രതിസന്ധിയെ എൻ്റെ ആശ്വാസത്തിൻ്റെ തലയണയാക്കി മാറ്റും. ഇതിനെ കല്ലെന്ന് വിളിച്ച് തള്ളുവാൻ ഞാൻ തയ്യാറല്ല. ഈ തടസ്സം എൻ്റെ അവസാനമെന്ന് പറഞ്ഞ് മനസ്സുമടുത്ത് കിടപ്പിലാകുവാൻ ഇരുന്നു പോകുവാൻ, അല്ലെങ്കിൽ ഇനി യാത്ര വേണ്ട എന്ന് വെച്ച് മടുക്കുവാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ തടസ്സത്തിന് ഞാൻ പേര് മാറ്റിയിടുന്നു. എൻ്റെ പ്രതിസന്ധിയുടെ പേര് ഞാൻ മാറ്റി വിളിക്കുന്നു. എൻ്റെ പ്രശ്നത്തിന് ഞാൻ പേര് മാറ്റി വിളിക്കുക. എൻ്റെ നിന്ദയ്ക്കും അപമാനത്തിനും ലോകം വിളിച്ച പേരോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഉദ്ദേശിച്ച പദ്ധതിയോ അല്ല. എനിക്കിതിനെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്, എനിക്കിതിനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എൻ്റെ തടസ്സം എൻ്റെ തലയിണയായി മാറും. എത്ര പേർ ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങൾ ഉയർത്തി പറയും, എൻ്റെ തടസ്സം എൻ്റെ തലയിണയായി മാറും. പണ്ടുള്ളവയെ ഞാൻ ഓർക്കുന്നില്ല, മുമ്പുള്ളവയെ ഞാൻ നിരൂപിക്കുന്നില്ല. ഇതാ പുതിയതൊന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. വിളക്ക് കത്തിച്ചു തരുവാൻ ലൂസിൽ ആരുമില്ല. കെട്ടുപോയ സൂര്യനുണ്ട്, അസ്തമിച്ച അവസ്ഥകളുണ്ട്, ഇരുട്ടു ചുറ്റും വ്യാപരിക്കുന്നു. രാത്രിയിൽ കുറുക്കന്മാരുടെ ഓരികൾ എനിക്ക് കേൾക്കാം. ഭയത്തിൻ്റെതായ ശബ്ദങ്ങളാണ് ചുറ്റുപാട്. പക്ഷേ ഈ പ്രതിസന്ധിയിൽ എൻ്റെ തടസ്സത്തെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, ഇതെൻ്റെ തലയിണയാണ്. എൻ്റെ തടസ്സം എൻ്റെ തലയിണയാ. പ്രതിസന്ധിയുടെ ആ കൂമ്പാരത്തിൽ നിൽക്കുന്ന സഹോദരി, മാതാവേ, പിതാവേ, തടസ്സത്തിൻ്റെ വിഷയം എന്തു തന്നെ പേരിട്ടാലും അത് തലമുറയുടെ രീതിയിലായിരിക്കാം, അത് കുടുംബ പ്രശ്നത്തിൻ്റെ രീതിയിലായിരിക്കാം, അത് ശരീരത്തിലേറ്റ ഒരു വേദന നിമിത്തമായിരിക്കാം, ഒരു മുറിവ് നിമിത്തമായിരിക്കാം, ഒരു മാനസിക പ്രതിസന്ധിയായിരിക്കാം, ഇന്ന് നിങ്ങളായിരിക്കുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കാം. അടുത്ത ചുവട് വെക്കുവാൻ കഴിയാതെ പെരുവെള്ളത്തിൻ്റെ വക്കോളം എത്തിയിട്ട് ഈ ഓളമെന്ന് അവസാനിക്കുമെന്നോർത്ത് ആകുല ചിന്തയിൽ മനസ്സ് വിങ്ങിയിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് ദൂത് പറയുന്നു, തടസ്സത്തിനെ നോക്കി വിരൽ ചൂണ്ടി നിങ്ങൾ പറഞ്ഞാട്ടെ, ഇതെൻ്റെ തലയിണയായി മാറും, ഇതെൻ്റെ തലയിണയായി മാറും, ഇതെൻ്റെ ആശ്വാസമായി മാറും. ഉറക്കം കെടുത്തുമെന്ന് പറഞ്ഞ വിഷയത്തിൽ ഞാൻ കിടന്നുറങ്ങും. എൻ്റെ സ്വസ്ഥത എടുക്കുമെന്ന് പറഞ്ഞ വിഷയം എൻ്റെ അസ്വസ്ഥത മാറ്റി ആശ്വാസം തരും. ആ തലയണ ആക്കി കല്ലെടുത്ത് വെച്ചപ്പോഴാണ് നാം വായിക്കുന്നത്, തുറന്ന സ്വർഗവും നിറഞ്ഞ ദൈവസാന്നിധ്യവും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദൂതന്മാരുടെ കാഴ്ചകളും ഉയരത്തിലെ ദൈവിക വാഗ്ദത്തങ്ങളും തലമുറയ്ക്കപ്പുറത്തേക്ക് നീളുന്ന ദൈവത്തിൻ്റെ ആശ്വാസങ്ങളും യാക്കോബ് ലൂസിൽ കേട്ടത്. അതെ, ഇന്ന് പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കേണ്ട. കല്ലിൻ്റെ മൂർച്ചയും മുനയും പറഞ്ഞ് പരാതി പറഞ്ഞ് ആയുസ് കൊടുക്കാതെ കല്ലുകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ തലയിണയായി മാറ്റുവാൻ തീരുമാനിക്കൂ. ആ സന്ദേശം അവിടെ തീരുന്നില്ല. അതിൻ്റെ അടുത്ത തലമാണ് ഉൽപ്പത്തി 28:16-17 വാക്യങ്ങൾ. എന്താണ് നാം അവിടെ വായിക്കുന്നത്? അന്ന് യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റിട്ട്, പ്രഭാതത്തിൽ എഴുന്നേറ്റ യാക്കോബ് ആ തലയണയായി നിർത്തിയ കല്ല് തൂണായി നിർത്തി. ശ്രദ്ധിക്കണമേ, തടസ്സം തലയണയായി മാറ്റി 12 മണിക്കൂറിനുള്ളിൽ തന്നെ ആ കല്ലെടുത്ത് തൂണായി നിർത്തി അതിൽ എണ്ണയൊഴിക്കുന്ന യാക്കോബ്. ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, ഇന്നലത്തെ തടസ്സം ഞാൻ തലയണയാക്കുവാൻ തീരുമാനിച്ചാൽ നാളെ അത് എണ്ണയൊഴുകുന്ന അഭിഷേകത്തിൻ്റെ നിറവുള്ള ആരാധനയ്ക്ക് അല്ലെങ്കിൽ മഹത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ ഉയർത്തുന്ന തൂണായി മാറും. യഹോവ എന്നെ സന്ദർശിച്ചു, യഹോവ ഇവിടെയുണ്ട് സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് യാക്കോബ് പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. വിശദമായി പറയുന്നില്ല, ഒന്നും കൂടെ എടുത്തു പറയുന്നു, നിങ്ങളുടെ തടസ്സങ്ങൾ നിങ്ങളുടെ തലയണയാക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചു നാളെ അത് അഭിഷേകം ഒഴുകുന്ന ആലയത്തിലെ തൂണായി മാറും. അർത്ഥാൽ ആരാധനാ വിഷയമായി മാറും. ദൈവത്തെ ആരാധിക്കുവാൻ, സ്തോത്രം പറയുവാൻ ഇന്ന് മദ്യപാനിയായ ഭർത്താവായിരിക്കാം, അനുസരിക്കാത്ത കുഞ്ഞുങ്ങളായിരിക്കാം, വീട്ടുവാൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കാം, ശരീരത്തിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന രോഗത്തിൻ്റെ പീഡയായിരിക്കാം, വാർദ്ധക്യത്തിൻ്റെ ക്ഷീണമായിരിക്കാം, കുടുംബജീവിതത്തിലെ പ്രതിസന്ധികളായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ശക്തി ഏറ്റെടുത്ത് വിളിച്ചു പറഞ്ഞാട്ട് ഈ തടസ്സം ദൈവത്തെ ആരാധിക്കുവാനുള്ള സ്തോത്രത്തിൻ്റെ യാഗമായി മാറും. എൻ്റെ തടസ്സം ആലയത്തിൽ എണ്ണയൊഴുകുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദൈവകൃപ ജ്വലിപ്പിക്കുന്ന തൂണായി മാറുമെന്ന് എത്ര പേർ വിശ്വസിച്ച് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യും? അല്ലേ, പണ്ടുള്ളവയെ ഞങ്ങൾ ഇനി ഓർക്കുകയല്ല, മുമ്പുള്ളവയെ ഓർത്ത് ഭാരപ്പെടുകയല്ല, ഇതാ തമ്പുരാൻ പുതിയതായി ഒന്ന് ചെയ്യുന്നു. അത് ഇപ്പോൾ തന്നെ പൊട്ടിമുളയ്ക്കും, ഇപ്പോൾ തന്നെ ഉത്ഭവിക്കും. അതെൻ്റെ വീടിനകത്ത്, എൻ്റെ മകൻ്റെ അകത്ത്, എൻ്റെ മകളുടെ ഹൃദയത്തിൽ, എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ഭാര്യയുടെ ഹൃദയത്തിൽ, എൻ്റെ മക്കളുടെ ഉള്ളിൽ, എൻ്റെ മാതാപിതാക്കളുടെ ഉള്ളിൽ, എൻ്റെ കൂട്ടു സഹോദരൻ്റെ ഉള്ളിൽ ഒരു ഉറവ പോലെ തടസ്സങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന അഭിഷേകത്തിൻ്റെ തൂണുകളായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അത് ഇന്ന് ഏറ്റുപറയുന്നു.
മൂന്നാമത്തെ ചിന്ത അടുത്ത തലമുറയിലേക്ക്. അബ്രഹാം തലമുറയിൽ സംഭവിച്ചു, യാക്കോബിൻ്റെ തലമുറയിൽ സംഭവിക്കുന്നു. 3 യോസഫിൻ്റെ ചരിത്രമാണ്. ഉൽപ്പത്തി പുസ്തകം 38 അധ്യായം അതിൻ്റെ 17 വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഉൽപ്പത്തി 38:17. അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിപ്പാൻ അപ്പൻ്റെ ഇഷ്ടപുത്രൻ. ഉൽപ്പത്തി 37 അധ്യായത്തിലെ ചരിത്രം നമുക്കറിയാം. യോസഫ് എന്ന 17 വയസ്സുള്ള യൗവനക്കാരൻ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിപ്പാൻ ഭക്ഷണപ്പൊതിയുമായി അപ്പനാൽ അയക്കപ്പെട്ട് സഹോദരന്മാർ ആട് മേയ്ക്കുന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. അവർ ശേഖേം എന്ന സ്ഥലത്താണ് ആട് മേയ്ക്കുവാൻ പോയിരിക്കുന്നത് എന്ന് അറിവുള്ളത് കൊണ്ട് യോസഫ് വളരെ ആശയോടെ ജ്യേഷ്ഠന്മാരെ കാണുവാൻ സന്തോഷത്തോടെ വാർത്ത കൊണ്ടുവരുവാൻ പോകുമ്പോൾ ശേഖേമിലെത്തിയപ്പോൾ സഹോദരന്മാരവിടെയില്ല. പകച്ചുപോയ ആ യൗവനക്കാരൻ പെട്ടെന്ന് മറ്റൊരു വഴിപോക്കനാൽ അറിഞ്ഞു, നിൻ്റെ സഹോദരന്മാർ അല്ലെങ്കിൽ ആട് മേയ്ക്കുന്ന ഇടയന്മാർ ശേഖേമിൽ ആടിനുള്ള ആഹാരമില്ലാത്തത് കൊണ്ട് നമുക്ക് ദോദാനിലേക്ക് പോകാമെന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനെ ആ വിവരം ലഭിച്ച ഉടനെ യോസഫ് ദോദാൻ എന്ന സ്ഥലത്തേക്ക് യാത്രയാകുകയാണ്. നാം ആ സ്ഥലമാണ് ഇന്ന് ചിന്തിക്കുന്നത്. ദോദാൻ പിന്നീടുള്ള ചരിത്രം സുപരിചിതമാണ്. യാക്കോബിൻ്റെ മക്കൾക്ക് യോസഫിനോടുള്ള വിരോധ നിമിത്തം ദൂരെ നിന്ന് നടന്നു വരുന്ന യോസഫിനെ ദോദാനിലാണ് അവർ പൊട്ടക്കിണറ്റിലിട്ടത്. അർത്ഥാൽ ദോദാൻ പൊട്ടക്കിണറുള്ള സ്ഥലമാണ്. ഒരു സ്വപ്നക്കാരൻ, ഒരു ദർശനം കാണുന്ന ഒരു കൊച്ചു പ്രവാചകൻ്റെ, ഒരു കൊച്ചു ദൈവവൈദ്യരുടെ ഭാവി ഇരുട്ടിലാക്കിയ സ്ഥലമാണ് ദോദാൻ. അവൻ്റെ നിറമുള്ള നിലയങ്കി വലിച്ചെടുത്ത് കയ്യിലെ ഭക്ഷണപ്പൊതി തട്ടിയെടുത്ത് അവൻ്റെ വസ്ത്രം ആടിൻ്റെ ചോരയിൽ മുക്കി കാട്ടുമൃഗം തിന്നു എന്ന് ഹല്ലേലൂയ കുപ്രചരണം നടത്തി അവനെ 20 വെള്ളിക്കാശിന് സഹോദരന്മാർ മിദ്യാന്യ കച്ചവടക്കാർക്ക് കൈമാറ്റം ചെയ്ത സ്ഥലമാണ് ദോദാൻ. എടുത്തു പറയുന്നു, ഒരു പ്രവാചകന് വളരാൻ പറ്റിയ സ്ഥലമല്ല ദോദാൻ. ഒരു സ്വപ്നക്കാരന് ആയുസില്ലാത്ത സ്ഥലമാണ് ദോദാൻ. നിറമുള്ള വസ്ത്രം ധരിച്ച ദർശനക്കാരന് വാഴാൻ പറ്റിയ സ്ഥലമല്ല ദോദാൻ. ജീവിച്ചിരിക്കുന്നവൻ മരിച്ചുവെന്ന് വ്യാജ പ്രചരണം നടത്തുന്ന സ്ഥലമാണ് ദോദാൻ. ചേട്ടന്മാരോട് കെഞ്ചിയിട്ടും പ്രാണസങ്കടം കാണാതെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്ന സ്ഥലമാണ് ദോദാൻ. ഇന്നലകളിലെ ദോദാനെ തമ്പുരാൻ മാറ്റിമറിച്ചതാണ് ഇന്ന് ഞാൻ പറയുന്ന ഈ സന്ദേശത്തിൻ്റെ അടുത്ത ഭാഗം. ദോദാൻ, ഒന്നും കൂടെ പറയുന്നു, ഒരു പ്രവാചകന് ഇരിക്കാൻ പറ്റിയ സ്ഥലമല്ല ദോദാൻ. ഒരു സ്വപ്നക്കാരന് ദർശനത്തിന് പൊലിമ ലഭിക്കുന്ന സ്ഥലമല്ല ദോദാൻ. അപ്പൻ തയ്പ്പിച്ചു കൊടുത്ത സ്നേഹത്തിൻ്റെ നിറമുള്ള നിലയെങ്കിക്ക് ആയുസ് നഷ്ടപ്പെടുന്ന സ്ഥലമാണ് ദോദാൻ. മരിച്ചവനെന്ന് പേരുകുത്തുന്ന, ജീവിച്ചിരിക്കുന്നവനെ പണ്ടേ മരിച്ചുപോയി എന്ന് പറഞ്ഞ് കുപ്രചരങ്ങൾ, വ്യാജവാർത്തകൾ പരത്തുന്ന സ്ഥലമാണ് ദോദാൻ. ആയുസ്സിന് വിലയിടുന്ന സ്ഥലമാണ്. നിനക്ക് 20 വെള്ളിക്കാശ് മാത്രമേ കുഞ്ഞെ വിലയുള്ളൂ എന്ന് പറഞ്ഞ് നിൻ്റെ വിലയിടിച്ച് കളയുന്ന, നിൻ്റെ ഭാവിക്കും നിൻ്റെ ശുശ്രൂഷയ്ക്കും നിൻ്റെ നന്മയ്ക്കും വില ഇടിച്ച് കളയുന്ന സ്ഥലമാണ് ദോദാൻ. പക്ഷേ കാലത്തിൻ്റെ പഴക്കത്തിൽ നാം വായിച്ച കുറിവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിങ്ങൾ നിരൂപിക്കേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ആ വചനം കൈവച്ച് പ്രാർത്ഥിക്കുന്ന ദൈവ മക്കൾ തിരിച്ചറിയുക, ദോദാൻ്റെ തലവര തമ്പുരാൻ തിരുത്തി എഴുതി. ദോദാൻ്റെ പൂർവ്വചരിത്രം തമ്പുരാൻ തിരുത്തി എഴുതി. ദോദാൻ്റെ പഴയ കാലം ദൈവം തിരുത്തി എഴുതി. 2 രാജാക്കന്മാരുടെ പുസ്തകം 6 അധ്യായം അതിൻ്റെ 13 വാക്യം നാം ആവേശത്തോടെ വായിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 6 അധ്യായം അതിൻ്റെ 13 വാക്യം. ആ സംഭവം പറയുമ്പോൾ ആ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാകും. ഇസ്രയേൽ രാജാവുമായി യുദ്ധത്തിന് വരുന്ന അരാം രാജാവ്. അതിൻ്റെ 6 അധ്യായം തുടങ്ങുന്നത് ഏകദേശം 100 പേരുള്ള ഒരു പ്രവാചകശാല. ആ പാർക്കുന്ന സ്ഥലം ഇടുക്കമായതുകൊണ്ട് യോർദാൻ്റെ കടവെങ്കിലേക്ക് വനാന്തരത്തിലേക്ക് പോയി വൃക്ഷം വെട്ടിക്കൊണ്ട് വന്നിട്ട് അവർ പാർക്കുന്ന സ്ഥലം വിശാലമാക്കുന്ന ചരിത്രമാണ്. ഏലിശയുടെ പ്രവാചക ശിഷ്യന്മാർ ഒരുമിച്ച് പാർക്കുന്ന സ്ഥലം. 100 പേർ അവിടെ ഉണ്ടായിരുന്നുവെന്ന് അടുത്ത വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ താഴോട്ട് നമുക്ക് മനസ്സിലാകും. അപ്പം ഏകദേശം 100 പ്രവാചക ശിഷ്യന്മാർക്ക് താമസിക്കേണ്ട സ്ഥലമാണ് വിശാലമാക്കേണ്ടത്. അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ പോകുന്നതും ഏലിശ ഒരു മരക്കൊമ്പെറിഞ്ഞ് വെള്ളത്തിൽ താണുപോയ ഇരുമ്പ് കോടാലി പൊക്കിയെടുക്കുന്നതുമൊക്കെയാണ് ആരംഭ ചരിത്രം. അതിനുശേഷം സംഭവം മാറുകയാണ്. ഇസ്രയേലും അരാമുമായിട്ടുള്ള യുദ്ധങ്ങളാണ്. അരാം രാജാവ് യുദ്ധസന്നാഹനായി സകല സൈന്യത്തോടും കൂടെ ഇസ്രയേൽ രാജാവിനെ ആക്രമിക്കുവാൻ പല പദ്ധതികൾ ഒരുക്കി. എപ്പോൾ പദ്ധതി ഒരുക്കിയാലും ആ വിവരം ഇസ്രയേൽ രാജാവ് അറിയുന്നു.
അരാം രാജാവ് അകത്ത മുറിയിൽ തീരുമാനിക്കും, ഇന്ന സ്ഥലത്ത് യുദ്ധം ചെയ്യണം, ഇന്ന സ്ഥലത്തൂടെ നമ്മുടെ സൈന്യം പോകണം, ഇന്ന സ്ഥലത്ത് ആക്രമണം അഴിച്ചുവിടണം, ഇന്ന സ്ഥലത്ത് കാര്യം ചെയ്യണം. പക്ഷേ ആ തീരുമാനം കൊട്ടാരത്തിൻ്റെ അകത്തെടുക്കുമ്പോൾ തന്നെ ഇസ്രയേൽ രാജാവിൻ്റെ ചെവിയിലെത്തുന്നു. മനസ്സ് പകച്ചു പോയ അരാം രാജാവ്, ചഞ്ചലിച്ചു പോയ അരാം രാജാവ് തൻ്റെ സേവകരെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കുന്നു? പല ചാരന്മാരും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? നമ്മളെടുക്കുന്ന രഹസ്യ തീരുമാനം എങ്ങനെയാണ് ഇസ്രയേൽ രാജാവിൻ്റെ ചെവിയിലെത്തുകയും ആ സ്ഥലങ്ങളിലൊക്കെ അവർ യുദ്ധസന്നദ്ധരായി നിന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ അവരെ തോൽപ്പിക്കാൻ കഴിയാത്തതിൻ്റെ പിന്നിലെ കാരണം എന്താണ്? അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു, രാജാവേ, അങ്ങനല്ല സംഭവം. ചാരന്മാർ പോയി അവർക്ക് രഹസ്യം ചോർത്തുന്നതല്ല. അവരുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ട്, ഏലിശ എന്നാണ് അവൻ്റെ പേര്. ആ പ്രവാചകന് അങ്ങ് ശയനമുറിയിൽ, അർത്ഥാൽ അങ്ങ് ഉറക്കത്തിൽ കിടക്കുന്ന ആ മുറിക്കകത്ത്, ഉറങ്ങാൻ പോകുന്ന സ്ഥലത്ത് എടുക്കുന്ന ഹൃദയത്തിലെ ചിന്തയും ജനത്തോട് പറയുന്ന തീരുമാനമൊക്കെ അവന് വെളിപ്പെടുന്നു. ആർക്ക്? ഏലിശ പ്രവാചകൻ. ആ വെളിപ്പെട്ട് കിട്ടുന്ന കാര്യം ഏലിശ തൻ്റെ രാജാവിനോട്, ഇസ്രായേൽ രാജാവിനോട് പറയുകയും, അങ്ങനെയാണ് നമ്മുടെ കാര്യം അവരറിയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏലിശയെ പിടിക്കാം. ആ ഏലിശ എവിടെ പാർക്കുന്നു? അവർ തിരക്കി. ഉടനെ ഉത്തരം കിട്ടിയ മറുപടിയാണ് ആ 2 രാജ 6:13. ഏലിശ ദോതാനിൽ പാർക്കുന്നു ഉണ്ട് എന്ന് അറിവ് കിട്ടി. നിങ്ങൾ മനസ്സിലായല്ലോ പണ്ടുള്ള ചരിത്രം എന്താ? ഒരു പ്രവാചകന് പാർക്കാൻ പറ്റാത്ത സ്ഥലം ദോതാൻ, ഒരു സ്വപ്നക്കാരന് വാഴാൻ പറ്റാത്ത പൊട്ടക്കിണറുള്ള സ്ഥലം, ഒരു സ്വപ്നക്കാരൻ്റെ സ്വപ്നത്തിന് വിലയിട്ട സ്ഥലം, ഒരു സ്വപ്നക്കാരൻ്റെ നിറമുള്ള വസ്ത്രം വലിച്ചു കയറിയ സ്ഥലം, ഒരു സ്വപ്നക്കാരൻ്റെ നിഷ്കരണം തള്ളിക്കളഞ്ഞ സ്ഥലം, അർത്ഥാൽ ഒരു പ്രവാചകന് വളരാൻ പറ്റാത്ത ദോതാന്, ഞാൻ ഓർപ്പിച്ചതുപോലെ 100 പേർക്ക് താമസിക്കുന്ന പ്രവാചകശാലയാക്കി മാറ്റിയ അത്യുന്നതൻ്റെ പദ്ധതികൾക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഇന്നലെ ഒരു പ്രവാചകരെ കുഴിയിൽ തള്ളിയ സ്ഥാനം, ഇന്നലെ ഒരു സ്വപ്നക്കാരൻ്റെ സ്വപ്നത്തിന് വില പറഞ്ഞ സ്ഥലത്തെ ഇന്ന് 100-ലധികം പ്രവാചകന്മാർ ഇരുന്നു കൊണ്ട് ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് രാജ്യങ്ങൾക്ക് ആലോചന കൈമാറുന്ന പ്രവാചകശാലയാക്കി തമ്പുരാൻ മാറ്റിയെങ്കിൽ പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, മുമ്പുള്ളവയെ നിങ്ങൾ നിരൂപിക്കേണ്ട. ഇതാ ദൈവം പുതിയതൊന്ന് ചെയ്യുന്നു. ഇന്നലകളെ ഓർത്ത് ഭയപ്പെട്ടിരിക്കുന്ന എൻ്റെ മാന്യ പ്രേക്ഷകരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് പരിമിതിയിട്ട്, നിങ്ങളുടെ ജീവിതത്തിന് അളവിട്ട്, പൊട്ടക്കിണർ കുടിച്ച് ഇതിനപ്പുറത്ത് നിനക്ക് ഭാവിയില്ലെന്ന് എഴുതിത്തള്ളിയിടത്ത് ഒരു വർധനവ് തരുവാൻ തമ്പുരാന് പദ്ധതിയുണ്ട്. നിങ്ങളുടെ ഇന്നലകളുടെ ദോതാനെ ആത്മാവിൻ്റെ കരുത്തുള്ള പ്രവാചകന്മാർ വാഴുന്ന, പ്രവാചക ശിഷ്യന്മാർ വാഴുന്ന, ദൈവകൃപ ജ്വലിക്കുന്ന, ദൈവിക പ്രവൃത്തികൾ നിർബാധം നടക്കുന്ന പുതുപുത്തൻ മേച്ചിൽ പുറങ്ങളാക്കി മാറ്റിയിട്ട് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന സ്ഥലങ്ങളാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതെ, ദോതാനെ നോക്കി വിരൽ ചൂണ്ടി പറഞ്ഞാട്ട് പണ്ടുള്ളവയെ മറക്കുന്ന, മുമ്പുള്ളവയുടെ ഓർമ്മ പോലുമില്ലാത്ത പുത്തൻ ആത്മീയ കൃപകളുടെ ഒരു വർഷമായി 2023 എൻ്റെയും കുടുംബജീവിതത്തിൽ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമല്ലോ. നെഞ്ചോട് ചേർത്ത് കരം വെച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, എൻ്റെ ദോതാൻ്റെ തലവര തമ്പുരാൻ മാറ്റാൻ പോകുക, എൻ്റെ ദോതാൻ്റെ സ്ഥിതികൾ ദൈവം മാറ്റാൻ പോകുക. എൻ്റെ ഇടുക്കങ്ങളെ, എൻ്റെ ഞെരുക്കത്തിൻ്റെ, എൻ്റെ നിലവിളിയുടെ, എൻ്റെ പൊട്ടക്കിണറിൻ്റെ, എൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടതുപോലെ ആക്ഷേപിക്കപ്പെട്ട നിലവാരത്തിൻ്റെ, എൻ്റെ ഭക്ഷണം നഷ്ടപ്പെട്ട വിശപ്പിൻ്റെ നിലവാരത്തിൻ്റെ, എൻ്റെ ശുശ്രൂഷയ്ക്ക് വില പറഞ്ഞ, ശുശ്രൂഷയ്ക്ക് ഇടിച്ചിൽ സംബന്ധിച്ച ആ നിലവാരത്തെ ദൈവം മാറ്റിമറിക്കുന്ന ഒരു ദോതാൻ, ഒരു വർധനവായി പ്രവാചക ശിഷ്യന്മാർ വാഴുന്ന, അരാമ്യ സൈന്യം പോലും ഭയപ്പെടുന്ന, പട്ടണ ഭൂതങ്ങൾ വിറയ്ക്കുന്ന, ദേശശക്തികൾ വിറയ്ക്കുന്ന ശുശ്രൂഷയുടെ പുതിയ സ്ഥലങ്ങളായി ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയെ തമ്പുരാൻ മാറ്റാൻ പോകുക. എൻ്റെ കുടുംബജീവിതത്തെ ആത്മീയത്തിൻ്റെ പുത്തൻ അനുഭവമാക്കി ദൈവം മാറ്റാൻ പോകുക. എൻ്റെ ബുദ്ധിമണ്ഡലത്തെ ദൈവം അങ്ങനെ ആക്കാൻ പോകുക. ഇന്നലകളെ മറക്കുന്ന ഒരു പുത്തൻ അനുഭവം എനിക്ക് വേണ്ടി പൊട്ടിമുളയ്ക്കുന്ന, ഉത്ഭവിക്കുന്ന വർഷമാണ്, മാസമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വാസത്തോടെ ഞങ്ങളതിന് ആമേൻ പറയുന്നു. സ്തോത്രം. അടുത്ത ഒരു ചിന്ത പുറപ്പാട് പുസ്തകത്തിലാണ്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളും 2-3 അല്ലെങ്കിൽ 2-3 വാക്യങ്ങളും, പുറപ്പാട് പുസ്തകത്തിൻ്റെ 15-ാം അധ്യായം 20-ാം വാക്യം, ഈ 2 വാക്യങ്ങൾ ചേർന്നുള്ള ചിന്തയാണ് പണ്ടുള്ളവയെ മറക്കുന്ന, പണ്ടുള്ള ശൂന്യതയ്ക്കപ്പുറത്ത് വെളിപ്പെടാൻ പോകുന്ന പുതിയൊരു അനുഭവത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ പീഡയുടെ കാലം,
മിസ്രൈമി അടിമത്തിലും ആധിപത്യത്തിലും കുടുങ്ങിക്കിടക്കുന്ന നീണ്ട 400-ലധികം വർഷങ്ങൾ ഫറവോൻ്റെ ഇരുമ്പ് അല്ലെങ്കിൽ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവരെ പോലെ ഇഷ്ടികച്ചൂളയിൽ കഠിന വേല ചെയ്യുന്ന ഇസ്രയേൽ സമൂഹം ഒരിക്കൽ യോസഫ് എന്ന മന്ത്രിയുടെ അപ്പനും അല്ലെങ്കിൽ സഹോദരങ്ങളും എന്ന പേരിൽ ഗോഷൻ ദേശത്തേക്ക് കടന്നു വന്ന് മിസ്രൈമിൽ നല്ല രീതിയിൽ പാർത്തു വന്ന ഇസ്രയേൽ ജനം കാലപ്പഴക്കത്തെങ്കിൽ യോസഫിൻ്റെ മരണശേഷം യോസഫിനെ അറിയാത്തൊരു പുത്തൻ ഫറവോൻ രാജാവാകുകയും ഇസ്രയേൽ ജനത്തോട് കഠിനമായി പെരുമാറുകയും ചെയ്യുന്ന വിഷയങ്ങളാണ് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം. അവരെ കഠിന വേലകളാൽ പീഡിപ്പിക്കുന്നു, മാനസികമായി അവരെ പീഡിപ്പിക്കുന്നു. അവർക്ക് ആടുമേയിച്ച് നടന്ന അവരുടെ നല്ല കാലങ്ങളെ മറക്കത്തക്കവണ്ണം ഇഷ്ടികച്ചൂളയിലെ കഠിന വേല ചെയ്ത് അവരുടെ ജീവനെ കൈപ്പാക്കുന്നു. ചെയ്യുന്ന ജോലിക്ക് ശമ്പളം കൊടുക്കാതെ അവരെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നു. ഒടുവിൽ ഏറ്റവും കഠിനമായ ഒരു ശോധനയിലേക്ക് ഇസ്രയേൽ ജനം എത്തി. അതെന്തെന്ന് ചോദിച്ചാൽ, ഇസ്രയേൽ മക്കളുടെ ജനിക്കുന്ന ആൺ തലമുറകളെ നീല നദിയിലേക്ക് വലിച്ചെറിയുവാൻ ഫറവോൻ കഠിന കൽപ്പന കൊടുത്തു. കാരണം ഈ കുഞ്ഞുങ്ങൾ വളർന്നു വന്നാൽ അവരൊരു സൈന്യമായി മാറി ഫറവോനെ തോൽപ്പിക്കുമെന്ന് ഫറവോന് ഉൾഭീതി ഉണ്ടായപ്പോൾ ആ തലമുറയെ നശിപ്പിക്കുവാൻ ഫറവോൻ തീരുമാനമെടുക്കുന്നു. ഒരു പ്രാവശ്യം ഈ അടുത്ത സന്ദേശം കൈമാറുന്നതിന് മുമ്പ് ഒരു ദൂത് ഇവിടെ നിന്ന് പറയാം. നിങ്ങളുടെ തലമുറയെ നോക്കി അന്ന് ഫറവോൻ ഇസ്രയേൽ ജനത്തോട് ചെയ്ത പോലെ പട്ടണഭൂതങ്ങൾ, പിശാചിൻ്റെ തേർവാഴ്ചകൾ തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഇവൻ വളർന്നു വന്നാൽ, ഇവൾ വളർന്നു വന്നാൽ, ഇവൾ പാട്ടുപാടിയാൽ, ഇവൻ പ്രസംഗിച്ചാൽ, ഇവൾ ദൈവത്തെ ആരാധിച്ചാൽ, ഇവൻ ദൈവകൃപ ജ്വലിപ്പിച്ചാൽ ഞങ്ങൾക്ക് ഭീഷണിയായതുകൊണ്ട് തലമുറയെ ഉദരത്തിൽ വെച്ച് കൊല്ലുവാനും വളർച്ചയിൽ നശിപ്പിക്കുവാനും പക്വതയെത്തുമ്പോൾ ഇല്ലായ്മ ചെയ്യുവാനും അകത്ത് പദ്ധതി ഒരുക്കുന്ന നീലനദിയുടെ ആഴങ്ങളിൽ വലിച്ചെറിഞ്ഞ് അവിടെ നീന്തിത്തുടിക്കുന്ന മുതലകൾക്ക് കുഞ്ഞുങ്ങൾ അന്ന് ഇരയായതുപോലെ നിൻ്റെ തലമുറയെ ലോകമാം സമുദ്രത്തിൽ, ലോകമാകുന്ന ഈ സാഗരത്തിൽ അല്ലെങ്കിൽ പതിയിരിക്കുന്ന ജഡമോഹങ്ങളും കൺമോഹങ്ങളും ജീവനത്തിൻ്റെ പ്രതാപങ്ങളും വിഴുങ്ങിക്കളയുവാൻ പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ അതിൻ്റെ നടുവിൽ മോശയുടെ മാതാപിതാക്കളായ അമ്രാമും യോക്കബദും ഒരു തീരുമാനമെടുത്തു. എന്തായിരുന്നു ആ തീരുമാനമെന്നറിയാമോ? ആ തീരുമാനം ഇത്ര മാത്രമേ ഉള്ളായിരുന്നു. ഇതാണ്, ഒരു ഞാങ്ങണ കൊണ്ടൊരു പെട്ടകമുണ്ടാക്കിയിട്ട് അതിൽ മോശയെ കീലും പശയും തേച്ച് കിടത്തി ആ പെട്ടകത്തിനകത്ത് മോശക്കുഞ്ഞിനെ നീലനദിയിലേക്ക് ഒഴുക്കി വിടുകയും. സംഭവം നിങ്ങൾക്കറിയാം. ആ നീലനദിയിൽ നിന്ന് ഫറവോൻ്റെ പുത്രിയുടെ കൈയാൽ രക്ഷപ്പെട്ട് മോശ നടന്നു കയറുന്ന ആ കാഴ്ച. ഇതാണ് നമ്മുടെ ചിന്ത. പണ്ടൊരു കാഴ്ച ആരാ കണ്ടത്? മോശയ്ക്കൊരു സഹോദരി ഉണ്ടായിരുന്നു, മൂത്തത്. ഏകദേശം തന്നേക്കാൾ 9 മുതൽ 12 വയസ്സ് പ്രായം മൂപ്പാണ്. കൃത്യമായി നമുക്കറിയത്തില്ല, എങ്കിലും ഒരു 10 എന്ന് നമുക്ക് വെക്കാം. 10 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരി മിരിയാം നോക്കിക്കൊണ്ട് നിൽക്കുന്നു. പെട്ടകത്തിനകത്ത് കിടത്തിയ തൻ്റെ കുഞ്ഞനുജനായ മോശ വെള്ളത്തീന്ന് നീലനദിയുടെ ഓളങ്ങളിൽ കുടുങ്ങിപ്പോകാതെ, നീലനദിയിലെ മുതലകൾ ചീങ്കണ്ണികൾ വിഴുങ്ങാതെ ഞാങ്ങണിടയിൽ നിന്ന് ഫറവോൻ്റെ പുത്രിയുടെ തോഴിമാർ വലിച്ചു കൊണ്ടുവരുന്ന കാഴ്ച 10-ാം വയസ്സിൽ കണ്ട മിരിയാം. അപ്പോൾ ഇന്നലെ കണ്ട കാഴ്ച, ഒരു സഹോദരൻ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കയറുന്നു, ഒരു സഹോദരൻ മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് പുറത്തു വരുന്നു, ഒരു സഹോദരൻ നീലനദിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. വർഷം മുന്നോട്ട് പോയി. കാലപ്പഴക്കത്തിൽ ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പുകാരനായി ദൈവം മോശയെ മുൾപ്പടർപ്പിൽ കണ്ട് മോശയ്ക്ക് നിയോഗവും അധികാരവും അഭിഷേകം കൊടുത്ത് ഫറവോൻ്റെ കൊട്ടാരത്തിൽ അയക്കുകയും 10 പാതകളാൽ ദേശത്തെ സന്ദർശിക്കുകയും അവസാനം ഫറവോൻ്റെ കെട്ടിൽ നിന്ന്, അടിമനുഖത്തിൽ നിന്ന് ജനത്തെ വിടുവിച്ചുകൊണ്ട് 6 ലക്ഷം കുടുംബങ്ങൾ പദയാത്രയായി മിസ്രൈം വിട്ടുപോകുന്ന മനോഹര കാഴ്ച. കനാനിലേക്കുള്ള യാത്രയിൽ അവർ ഇപ്പോൾ പ്രാരംഭ ദിവസങ്ങളിൽ വന്നുപെട്ടത് ചെങ്കടലിൻ്റെ തീരത്ത്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം വിശദീകരിക്കുന്നു. ചെങ്കടലിൻ്റെ തീരത്ത് പകച്ചുപോയ കൂട്ടർ, എന്നാൽ ദൈവം ചെങ്കടലിൽ ചെങ്കൽ പാതയൊരുക്കി തൻ്റെ ജനത്തെ ഉണങ്ങിയ നിലത്തുകൂടെ അക്കരെ കടത്തുകയും ചെങ്കടലിൽ ഇറങ്ങി തങ്ങളുടെ പിന്നാലെ വന്ന ഫറവോനെയും തൻ്റെ സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കളയുകയും ചെയ്ത ആ കാഴ്ച ചരിത്രം നമുക്ക് സുപരിചിതമാണ്. എന്നാൽ അക്കരെ ഒരു കാഴ്ച കാണുകയാണ്. ചെങ്കടൽ കടന്ന മിരിയാം, മോശ, അഹരോൻ, ഇസ്രായേൽ ജനം മുഴുവനും. പുറപ്പാട് 15:20 ചെങ്കൽ കടന്നപ്പോൾ മിരിയാം ഒരു തപ്പെടുത്തു. മിരിയാമിന് എത്ര വയസ്സുണ്ട്? ഏകദേശം 90 വയസ്സ് പ്രായം. ഏകദേശം 90 വയസ്സ് പ്രായമുള്ള വന്യ വയോധികയായ ഒരു അമ്മച്ചി
തപ്പെടുത്ത് കയ്യിൽ പാട്ടുപാടുകയാണ്. കന്യകമാർ കൂടെ നൃത്തം ചെയ്യുക. ഫറവോനെയും കൂട്ടരെയും ചെങ്കടലിൽ തള്ളിയിട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞ് മോശ പഠിപ്പിച്ച പാട്ട്, പുറപ്പാട് 15-ാം അധ്യായത്തിലെ പാട്ട് ആവേശത്തോടെ തുള്ളിച്ചാടി മിരിയാമും കൂട്ടരും പാടുകയാണ്. എൻ്റെ ചിന്ത ഇതാണ്, 80 വർഷം മുമ്പ് മിരിയാം എന്ന 10 വയസ്സുകാരി കണ്ടത് ഒരു സഹോദരൻ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കയറുന്നത്. 80 വർഷങ്ങൾക്ക് മുമ്പ് മിരിയാം എന്ന കൊച്ചു പെൺകുട്ടിയുടെ 2 കണ്ണുകൾ കണ്ട കാഴ്ച ഒരു സഹോദരൻ, ഏക സഹോദരൻ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കയറുന്നത്. ഇന്ന് 80 വർഷങ്ങൾക്കിപ്പുറത്ത് മിരിയാം കാണുന്ന കാഴ്ച 6 ലക്ഷം കുടുംബങ്ങൾ, 6 ലക്ഷം സഹോദര കുടുംബങ്ങൾ, ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾ ചെങ്കടലിൽ നിന്ന് രക്ഷപ്പെട്ട് കയറുന്നത്. എത്ര പേർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്നലകളിൽ കണ്ട ശൂന്യതകൾക്കപ്പുറത്ത് ഒരു സഹോദരൻ്റെ, ഒരു ആത്മാവിൻ്റെ രക്ഷ കണ്ടെടുത്ത്, ഒരു കുടുംബം വിശ്വാസത്തിലേക്ക് വരുന്നത് കണ്ടെടുത്ത് 2023 ആയിരങ്ങൾ യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നത്, ആയിരങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത്, ഭാരതം യേശുവിനായി നേടുന്നത്, കേരളത്തിൽ ഒരു ഉണർവുണ്ടാകുന്നത്, നിങ്ങളുടെ ലോക്കൽ സഭയിൽ, നിങ്ങളുടെ സെൻറ്ററുകളിൽ, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റുകളിൽ, നിങ്ങളുടെ മേഖലകളിൽ, നിങ്ങളുടെ ശുശ്രൂഷ വേദികളിലൊക്കെ ആയിരങ്ങൾ രക്ഷിക്കപ്പെടുന്നത്, ആയിരങ്ങൾ ചെങ്കടൽ മുറിച്ച് കടന്നു വരുന്നത്. ഇന്നലത്തെ 2 കണ്ണുകൾക്ക് കാണാൻ ഭാഗ്യമുണ്ടാകുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കണ്ട, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ദൈവമേ, ഒന്ന് മാത്രമേ ഉള്ളല്ലോ. എത്ര പ്രാർത്ഥിച്ചു, എത്ര അധ്വാനിച്ചു, എത്ര പരസ്യയോഗം നടത്തി, എത്ര പ്രോഗ്രാമുകൾ നടത്തി, എത്ര ശുശ്രൂഷ ചെയ്തു, എത്രമാത്രം സഹായിച്ചു. ഒരു വിടുതലേ കണ്ടുള്ളല്ലോ. പേടിക്കണ്ട, അതൊരു ചരിത്രമായി മാറിക്കൊണ്ട് ചരിത്രത്തിലില്ലാത്ത പുത്തൻ കാഴ്ചകൾ നിങ്ങളുടെ കണ്ണിൽ തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കർത്താവിൻ്റെ വേരയിലായിരിക്കുന്ന ശുശ്രൂഷകന്മാർ ആരെങ്കിലും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷയെ നോക്കി വിളിച്ചു പറഞ്ഞാട്ട്, ഇന്നലത്തെ ശുശ്രൂഷയുടെ മാന്യം മാറി ഒരു ആത്മീക വിശാലത, ഇന്നലെ ശുശ്രൂഷയുടെ പരിമിതികളെ പൊട്ടിത്തെറിച്ചു ഇന്നലെ കാണാത്ത പുത്തൻ കാഴ്ചകൾ, വിശാലതയുടെ കാഴ്ച എൻ്റെ കണ്ണുകളിൽ തരുവാൻ തമ്പുരാന് പദ്ധതിയുണ്ട്. പണ്ടുള്ളവയെ മറക്കുന്ന, പണ്ടുള്ളവയുടെ ഓർമ്മയില്ലാതാക്കുന്ന ഇതാ പുതിയതൊന്ന് എൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും ദൈവം ചെയ്യുമെന്ന് വിശ്വാസത്തോടെ ഏറ്റുപറയുക. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, മുമ്പുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ തന്നെ ഉത്ഭവിക്കും. ഒരു ചിന്തയും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. പുതിയ നിയമത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 39-ാമത് വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 39-ാമത് വാക്യം. നാം അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. അതിൻ്റെ ചരിത്രം പറഞ്ഞിട്ട വാക്യം ഞാൻ വായിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. ലാസർ, മാർത്ത, മറിയ എന്ന സഹോദരങ്ങൾ പാർക്കുന്ന ബെഥാനിയ പട്ടണത്തിലെ നിത്യ സന്ദർശകനായിരുന്നു യേശുവും തൻ്റെ ശിഷ്യന്മാരും. വളരെ ആ കുടുംബത്തെ യേശു സ്നേഹിച്ചിരുന്നു. യേശുവിൻ്റെ കാൽക്കലിരുന്ന് വചനം പഠിക്കുന്ന മറിയയും, യേശുവിനെ ശുശ്രൂഷിക്കുന്ന മാർത്തയും, യേശുവിന് ഒരു കൊച്ചനുജനെ പോലെ കരുതിയ ലാസറുമൊക്കെയുള്ള ആ നല്ല ഭവനം യേശു സ്നേഹിച്ച ഭവനമാണ്. പെട്ടെന്ന് ഇതാ ഒരു പ്രതിസന്ധി. രോഗം പിടിപെട്ട് ലാസർ എന്ന യൗവനക്കാരൻ മരിക്കപ്പെടുകയാണ്. സഹോദരിമാർ ആളയച്ചു, വിവരങ്ങളൊക്കെ അറിയിച്ചു. എന്നാൽ കർത്താവ് 4 ദിവസം കഴിഞ്ഞാണ് വരുന്നത്. സംഭവം സുപരിചിതമാണ്. നാറ്റം വെച്ച് കല്ലറയിൽ അടക്കപ്പെട്ട ദിവസമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ യേശു കടന്നു വരുന്നു. സഹോദരിമാർ യേശുവുമായി സംഭാഷിക്കുന്നു. അതിൻ്റെയൊക്കെ ഒടുവിലായിട്ട് യേശു ഇപ്പോൾ കല്ലറ വാതിക്കൽ എത്തി നിൽക്കുകയാണ്. യേശു ചോദിക്കുന്നു, അവനെ വെച്ച സ്ഥലം എവിടെ? ലാസറിൻ്റെ കല്ലറ വാതിക്കൽ വന്നുകൊണ്ട് കല്ലു മാറ്റുവീൻ എന്ന് യേശു കൽപ്പിക്കുന്നു. മുമ്പുള്ള സംഭാഷണങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് നന്നായിട്ടറിയാം. മാർത്തയുടെ സംഭാഷണവും മറിയയുടെ സംഭാഷണവും ഒക്കെ നിങ്ങൾക്കറിയാം. അവിടെ നിന്നുകൊണ്ട് യേശു പറയുന്നു, കല്ലു മാറ്റുവീൻ. പെട്ടെന്ന് മാർത്ത എന്ന സഹോദരി മുന്നോട്ട് നടന്നു വന്ന് പറഞ്ഞ പദമാണ് യോഹന്നാൻ 11:39. എന്താണ് അവിടെ വായിക്കുന്നത്? ഗുരു 4 ദിവസമായി നാറ്റം വെച്ചിരിക്കും. സഹോദരിക്കറിയാം, 4-ാം ദിവസമായപ്പോൾ ഞാൻ സ്നേഹിച്ച എൻ്റെ സഹോദരനാ, പക്ഷെ മരിച്ചവൻ്റെ ശരീരം അഴുകിത്തുടങ്ങി. അവൻ്റെ കണ്ണുകൾക്ക് പഴയ തിളക്കമില്ല, അവൻ്റെ അതരം ചലിക്കത്തില്ല, അവൻ്റെ കാതുകളിൽ ശബ്ദം മുഴങ്ങത്തില്ല, അവൻ്റെ കൈകളും വിരലുകളും ചലിക്കത്തില്ല, അവൻ്റെ കാലുകൾക്ക് മുന്നോട്ട് പോകുവാൻ ത്രാണിയില്ല, നിന്നുപോയ നിശ്ചലമായ ഹൃദയം, ശരീരത്തിലെ ശ്വാസം പോയതുകൊണ്ട് 4-ാം ദിവസം ഇത് അഴുകി തുടങ്ങിയിരിക്കുന്നു. കല്ല് മാറ്റി കല്ലറയിൽ നിന്ന് പുറത്തു വന്നാൽ നാറ്റം വമിക്കുന്ന ഒരു തുണിക്കെട്ടാണ് എൻ്റെ സഹോദരൻ. അതുകൊണ്ട് സഹോദരി പ്രഖ്യാപിക്കുന്നു, നാറ്റം വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
അതാ ചരിത്രം, അതാ ചിന്ത, അതാ ചിന്താഗതി, അതാണ് ഓർമ്മ, അതാണ് അവരുടെ മനസ്സിൽ. കരയുന്നുണ്ട്, വിലപിക്കുന്നുണ്ട്, വേദനയുണ്ട്, പക്ഷെ മനസ്സിൽ കുറിച്ചു വച്ചിരിക്കുന്നു സഹോദരൻ നാറ്റം വെച്ച ശരീരം, നിശ്ചലമായി പോയ ശരീരം, ചലിക്കാത്തവൻ. പിന്നീടുള്ള സംഭവം നമുക്ക് സുപരിചിതമാണ്. കല്ലുരുട്ടി മാറ്റുന്നു, കയ്യിലെയും കാലിലെയും കെട്ടൊക്കെ അഴിക്കുന്നു, ലാസർ പുറത്തു വരുന്നു, യേശുവിൻ്റെ ശബ്ദത്തിങ്കൽ അവൻ ജീവൻ പ്രാപിക്കുന്നു, വീണ്ടും അവർക്ക് ആ മകനെ തിരിച്ചു കിട്ടുന്നു. നമ്മുടെ ചിന്ത അതല്ല. ഒരു ചില ദിവസം കഴിഞ്ഞിട്ട് യോഹന്നാൻ 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു വീണ്ടും ബഥാനിയിലേക്ക് മടങ്ങി വരികയാണ്. ബഥാനിയിൽ മടങ്ങി വന്നപ്പോൾ വലിയൊരു വിരുന്ന് അവിടെ ഒരുക്കുകയാണ്. ആ 12-ാം അധ്യായത്തിൻ്റെ ആരംഭ വാക്യങ്ങൾ ആവേശമാണ്. പന്തിക്കിരിക്കുന്ന യേശു ശിഷ്യന്മാർ മരിച്ചുവെന്ന് പറഞ്ഞ് കല്ലറിലടക്കിയ അവൻ ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ കൂടെ പന്തിയിലിരിക്കുന്നു. മാർത്ത ശുശ്രൂഷ ചെയ്യുന്ന തിടുക്കത്തോടെ, മറിയ യേശുവിൻ്റെ കാൽക്കലിരുന്ന് ഹല്ലേലൂയ തൈലമൊക്കെ ഒഴിച്ച് സുഗന്ധം കൊണ്ട് അവിടെ പരക്കുന്ന സമയം. അവിടെ ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നു, സ്വച്ഛ ജഡമാംസി തൈലം പൊട്ടിച്ച് യേശുവിൻ്റെ കാൽക്കലൊഴിക്കുമ്പോൾ അവിടെ വായിക്കുന്ന പദം ഇതാണ്, തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ഹല്ലേലൂയ. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ചില ദിവസങ്ങൾക്ക് മുമ്പ് പട്ടണം കേൾക്കെ, ദേശം കേൾക്കെ, എന്താ അവിടെ മുഴങ്ങിക്കേട്ട ശബ്ദം? നാറ്റം വെച്ചിരിക്കുന്നു, ദുർഗന്ധം. ഗുരു നാറ്റം വെച്ചിരിക്കുന്നു. ഗുരു മൂക്ക് പൊത്തിപ്പോകേണ്ട അവസ്ഥ, ഗുരു അഴുകിയ അവസ്ഥ, ഗുരു നാറ്റം വെച്ചിരിക്കുന്നു. ചില ദിവസം കഴിഞ്ഞപ്പോൾ അതേ പട്ടണത്തിൽ, അതേ വീട്ടിൽ, അതേ മുറിക്കകത്ത് ഇതാ തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, മുമ്പുള്ളവയെ നിങ്ങൾ നിരൂപിക്കേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഈ ആരാധനാ സമയത്ത് നിങ്ങളോട് പറയുന്നു, പഴയതിൻ്റെ നാറ്റം, ഹല്ലേലൂയ, കുമിഞ്ഞുകൂടിയ നാറ്റം, ജീവിതത്തിൽ ആശയറ്റ ചില വിഷയങ്ങൾ, അത് നിമിത്തം മൂക്ക് പൊത്തിപ്പോയോ? 4 പേരുടെ മുമ്പിൽ ഇറങ്ങി നടക്കുവാൻ നിർവാഹമില്ല. കുടുംബത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി നിമിത്തം, ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചു പോയ ഈ അനർത്ഥം നിമിത്തം, വന്നു ഭവിച്ച ഈ പ്രതിസന്ധി നിമിത്തം, എടുത്ത ഒരു തെറ്റായ തീരുമാനം നിമിത്തം, ഏതോ ഒരു വാക്ക് നിമിത്തം നാറ്റം വമിച്ച് തലകുനിച്ച് കുമിഞ്ഞു നാറുന്ന അവസ്ഥയിലേക്ക് ഞാൻ വന്നു വിട്ടുപോയി. പക്ഷേ വിശ്വസിക്കുക, തമ്പുരാൻ്റെ പാദസ്പർശനം നിൻ്റെ കുടുംബത്തിനകത്ത് ഇന്ന് സാന്ത്വനമായി കടന്നു വന്നിട്ട് കുടുംബത്തിൻ്റെ നാറ്റം മാറ്റിയിട്ട് സുഗന്ധം പരത്തുന്ന വർഷം. പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അത് ഇപ്പോൾ തന്നെ, നാളെയല്ല, ഈ നിമിഷം തന്നെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഒരുമിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ, എന്നോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഈ നിമിഷം തന്നെ, എൻ്റെ മാന്യ പ്രേക്ഷകരെ, നിൻ്റെ കുടുംബത്തിൻ്റെ അകത്തെ ശൂന്യത മാറി, നാറ്റം മാറി, ദുർഗന്ധം മാറി, പേരുദോഷം മാറി, നിന്ന മാറി, അനുഭവിച്ച അപമാനം മാറി, നിലവിളിച്ച നിലവിളിക്ക് പകരമായി ഒരു സൗരഭ്യം, ഇന്ന് വരെ കാണാത്ത, ഇന്ന് വരെ കേൾക്കാത്ത ഒരു വ്യത്യാസം തരുവാൻ തമ്പുരാൻ വിശ്വസ്തനാണ്. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? നെഞ്ചോട് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ച് തമ്പുരാനെ മാത്രം ഹൃദയത്തിൽ കണ്ടുകൊണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ചാട്ട്, തമ്പുരാനെ, എൻ്റെ ജീവിതത്തിൽ പണ്ടുള്ളവയെ മറക്കുന്ന, മുമ്പുള്ളവയുടെ ഓർമ്മ പോലുമില്ലാത്ത ഒരു പുത്തൻ അനുഭവം ദൈവം എനിക്ക് തരുവാൻ പോകുകയാൽ സ്തോത്രം. ആമേൻ പറഞ്ഞോ, മുഴങ്കാൽ മടക്കിയോ, കരങ്ങൾ ഉയർത്തിയോ, എഴുന്നേറ്റ് നിന്നോ, അലമുറയിട്ട് കരഞ്ഞോ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ സ്നേഹമുള്ള ദൈവമേ, ഇന്ന് ഈ വചനം കേട്ട ജനത്തെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ ആരാധന ഇവർക്ക് വിടുതലായി മാറട്ടെ. ഈ വചനം അവിടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ പുത്തൻ എഴുത്തുകൾ എഴുതട്ടെ. പണ്ടുള്ളവയുടെ ഓർമ്മ മറക്കുന്ന, മുമ്പുള്ളവയുടെ പരാജയത്തിൻ്റെ ഭീതി മാറ്റുന്ന പുത്തൻ ചില അനുഭവങ്ങൾ, പുത്തൻ ചില വ്യത്യാസങ്ങൾ, ആരാധന വിഷയത്തിൽ, ദൈവിക അല്ലെങ്കിൽ ബന്ധമുള്ള വിഷയത്തിൽ, ഭൗതിക വിഷയത്തിൽ, ശാരീരിക മാനസിക വിഷയത്തിലൊക്കെ ചില വിടുതലുകൾ ഈ കുടുംബങ്ങളിൽ, വ്യക്തികളിൽ നടന്നിരിക്കാൻ സ്തോത്രം. ദുർഗന്ധം മാറ്റി സുഗന്ധം പരത്തുന്ന പുത്തൻ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ ദൂത് ഇവിടെ ഹൃദയത്തിൽ വിടുതലായി മാറട്ടെ. തമ്പുരാൻ അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആവേശത്തോടെ, അനുഗ്രഹത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ജനത്തെ സഹായിക്കണം. യേശുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.